നമസ്കാരം. തമിഴ്നാട്ടിൽ തന്നെ ആദ്യമായിട്ട് ഡബിൾ ഡക്കർ ഓവർ ബ്രിഡ്ജുള്ള ഒരു നഗരമാണ് തിരുനെൽവേലി. ഏതാണ്ട് 50 കൊല്ലത്തിൽ കൂടുതൽ പഴക്കമുള്ള ഈ ഡബിൾ ഡക്കർ ബ്രിഡ്ജ് തിരുനെൽവേലി നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും മുകളിൽ വലിയ വാഹനങ്ങൾ, മറ്റുള്ള വാഹനങ്ങൾ രണ്ടാം നിലയിലാണെങ്കിൽ ചെറുവാഹനങ്ങൾ, കാൽനടക്കാർ എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ച് രൂപകൽപ്പന ചെയ്ത ഡബിൾ ഡക്കർ ഓവർ ബ്രിഡ്ജ്, തമിഴ്നാടിൻ്റെ തന്നെ ആദ്യത്തെ ഡബിൾ ഡക്കർ ഓവർ ബ്രിഡ്ജാണ് തിരുനെൽവേലിയിൽ സ്ഥിതി ചെയ്യുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് ഡബിൾ ഡക്കർ ഓവർ ബ്രിഡ്ജിൻ്റെ താഴത്തെ നിലയാണ്. ഇത്തരം വികസനങ്ങൾ തമിഴ്നാട്ടിൽ 50 കൊല്ലം മുമ്പേ എത്തിപ്പെട്ടെന്നും എന്നാൽ കേരളത്തിൽ അന്യാധീനം എന്നതും വളരെ ശ്രദ്ധേയമാണ്. ഇതിനോടൊപ്പം തന്നെ താമിരപരണി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന അരവിന്ദ് എന്ന കണ്ണാശുപത്രിയാണ് ദൃശ്യങ്ങളിൽ. ഈ ആശുപത്രിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്തിച്ചേരുന്ന പേഷ്യൻറ്റുകളിൽ ഏതാണ്ട് ഒരു 75% രോഗികൾ കേരളത്തിൻ്റെ തെക്കൻ ജില്ലയിൽ നിന്നും വരുന്നവരാണ്, നിത്യേന എത്തുന്നവരാണ്. ഒപ്പം തന്നെ നഗരമധ്യേ ഒഴുകുന്ന താമിരപരണി എന്ന നദിയുടെ കുറുകെ പണിതിരിക്കുന്ന പണ്ണാറുപേട്ട എന്ന് പറയുന്ന ഒരു പുതിയ ഓവർ ബ്രിഡ്ജാണ്. ഇതിനോട് ചേർന്ന് തന്നെ ഇതാ ബസ് കടന്നു പോകുന്ന ഇത് കണ്ടോ, അത് പഴയ പാലം. ആ പഴയ പാലത്തിലൂടെ ആയിരുന്നു 2 വേ സർവീസ്. ഇപ്പോൾ പുതിയ പാലം പണിതുകൊണ്ട് 1 വേ ആക്കി. ഈ താമിരപരണി നദി ഉത്ഭവിക്കുന്നത് കളക്കാട് മുണ്ടന്തുറ വനമേഖലയിൽ അരുവിയായി ഒഴുകിയെത്തി അവിടെ കാറയാറ്, പിന്നെ മണിമുത്താറ് എന്നീ നദീ തടാകങ്ങളിൽ ആ വെള്ളം സംഭരിച്ച് അവിടെ നിന്നുമാണ് ഒഴുക്കി വിടുന്ന വെള്ളമാണ് താമിരപരണി നദിയായി തിരുനെൽവേലി, തൂത്തുക്കുടി നഗരങ്ങളിൽ അടിസ്ഥാന ശുദ്ധജല ആവശ്യത്തിന് വിനിയോഗ ശേഷം തൂത്തുക്കുടി കടലിൽ ചെന്ന് ലയിക്കുകയാണ് ഈ താമിരപരണി നദിയുടെ ഒരു പ്രത്യേകത. ഈ 2 ജില്ലകളിൽ, ഇത് 2 അല്ല, ഇപ്പോൾ നിലവിൽ 3 ജില്ലകളുണ്ട്. തെങ്കാശി ഒരു സെപ്പറേറ്റായിട്ട് ജില്ലയാക്കിയതായിട്ടാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെയാണെങ്കിൽ 3 ജില്ലകളിലെ അടിസ്ഥാന കുടിവെള്ള ക്ഷാമം പരിഹരിച്ച് ശേഷം തൂത്തുക്കുടി കടലിൽ ചെന്ന് സംഗമിക്കുകയാണ്. ത്തിൻ്റെ പേരാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ആയിരത്തി 1965 നിർമ്മിച്ച പാലം എന്നാണ് ചരിത്ര രേഖകൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതിനെ തിരുനെൽവേലി വാസികളോട് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇത് താമിരപരണിക്ക് കുറുകെയുള്ള പാലം എന്ന് മാത്രമേ അവർക്ക് പറയാൻ അറിയത്തുള്ളൂ. പക്ഷേ അതിൻ്റെ പേര് അതല്ല. യഥാർത്ഥത്തിൽ പേര് സുലോക്ഷൻ മുതലിയാർ പാലം എന്നോ മറ്റോ ആണ്. അതെനിക്ക് വെച്ച നാമമായിരിക്കും, ആദ്യകാലത്തിലെ പേരായിരിക്കുകയല്ല. എന്തായാലും തിരുനെൽവേലി നഗരമധ്യേ ഉള്ള ഡബിൾ ഡക്കർ പാലത്തിൻ്റെയും നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന ഓവർ ബ്രിഡ്ജിൻ്റെയും, അതായത് ആ നദിയുടെ കുറുകെയുള്ള പാലത്തിൻ്റെയും ദൃശ്യങ്ങൾ ഇവിടെ പൂർണ്ണമാകുകയാണ്. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ദീപം FIS ചാനൽ പരിപാടി ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാന്യമായ വിലയേറിയ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഒരിക്കൽ കൂടി പറയുന്നു, മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.